തിരുവാതിര പ്രൊഡക്ഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എമ്പുരാൻ സിനിമ കണ്ടപ്പോൾ ഒരു വാക്ക് പറയണമെന്ന് തോന്നി. ഡയറക്റ്റായിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ഞാനും എൻ്റെ മകളും അതിലൊരു പാർട്ട് ചെയ്തിരുന്നു. പക്ഷേ എഡിറ്റിങ്ങിൽ അത് നമ്മളെ കാണിച്ചില്ല. ഓക്കെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാൻ തോന്നിയ ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരുടെയും പെർമിഷനോട് കൂടി. എനിക്ക് ഇപ്പം പാർട്ടിയെ ബേസ് ചെയ്തോ ആർക്കും അടിമപ്പെട്ടോ അല്ല ഞാനിത് പറയുന്നത്. ഫിലിം എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അത് എടുത്തിട്ടുള്ള നമ്മുടെ ഗോപാലൻ ചേട്ടൻ, ലാലേട്ടൻ, മുരളി ഗോപി, പൃഥ്വിരാജ്, എല്ലാവരും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതെല്ലാം ഓക്കെ. പക്ഷേ കോടികൾ മുടക്കി ചെയ്തിട്ട് അതിൽ ഒരു ഫലം കിട്ടാതെ പോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. ഇത്രയും കോടികൾ മുടക്കിയിട്ട് നമ്മുടെ ഈ കേരളത്തിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഉപകാരപ്രദമായ ഒരു ബേസ് അതിനകത്ത് മറ്റുള്ളവർക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റിയില്ല. അതെന്തോ ഒരു ചെറിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു. കുറച്ചുകൂടി ഇത്രയും കോടികൾ മുടക്കുമ്പോൾ എന്തെങ്കിലും ഈ മയക്കുമരുന്നിനെതിരായിട്ട് ഒരു നല്ല കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഫോൾട്ട് പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിതയായത്. ഏതായാലും ഒത്തിരി രാജ്യങ്ങൾ കവർ ചെയ്തു, ഒത്തിരി കഷ്ടപ്പെട്ടെടുത്തിട്ടുണ്ട്. ആ ഫിലിം കണ്ടാൽ അറിയാം. ലാലേട്ടൻ്റെ ആ ഫസ്റ്റ് വരവും ആ ബിൽഡപ്പ് എല്ലാം സൂപ്പറാണ്. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പാടിൻ്റെ പിന്നിലുണ്ട്. അത് ആ ഫിലിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊരു ഫലം കിട്ടണമെങ്കിൽ അതിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇന്ന് നടക്കുന്ന അരാജകത്വങ്ങൾ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു പോയിൻ്റ് കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ സിനിമ എല്ലാവരെയും കാണിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അറിവുള്ള ഒരാളും ഈ സിനിമ 5 വയസ്സായ ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇത് കാണിക്കാനും മടിക്കും. ഇത് വിവരമുള്ള ആൾക്കാർ അവരവരുടെ കുഞ്ഞുങ്ങളെ കാണിക്കുകയുമില്ല. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ഉതകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇതിൽ കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ ഈ തോക്കും വെട്ടുകത്തിയും ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ സിനിമ ഒരു വൻ വിജയമായേനെ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ടീമിന് കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത് ഇതിൽ പറ്റിയ ഒരു തെറ്റ് നികത്താൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.